ശ്രേയണ്ടടാ. ശ്രേയ ഞാൻ പുറത്താ ഉള്ളത്. ശ്രേയ ഉണ്ട്, വീട്ടിലാ ഉള്ളത്. വിളിക്കുന്നില്ലേ? ശ്രേയ അറിഞ്ഞിട്ടില്ലല്ലോ. ശ്രേയ വിളിച്ചിട്ടില്ലേ? ശ്രേയ എന്നെ വിളിച്ചിട്ടില്ല, ഞാനും വിളിച്ചിട്ടില്ല. അതെന്താ നിങ്ങൾ അധികം വിളിച്ച് സംസാരിക്കുന്നല്ലേ? അതെ, പക്ഷേങ്കില് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ കൊണ്ട് എനിക്ക് എന്തോ ഒരു പോലെ അവളെ വിളിച്ച് ഭർത്താവിനെ പോലെ വന്നു കഴിഞ്ഞാല് എന്തായാലും എന്നെ അങ്ങനെ സംശയം വരാനൊന്നുമില്ല. പക്ഷെ എന്തുകൊണ്ടാണെന്നുള്ള ഒരു തോന്നലുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ സാധാരണ സംസാരിക്കുന്ന പോലെ വിളിക്കുകയോ സംസാരിക്കുകയൊക്കെ ചെയ്തോ? എന്തോ ഒരു കുറ്റബോധം. ഒന്നും ആവശ്യമില്ല. കാരണം നമ്മൾ തമ്മിൽ ഒരിക്കലും ഇങ്ങനെ കണ്ടുമുട്ടുന്നോ സംസാരിക്കുന്നോ അവൾക്കറിയില്ല. അവൾക്കങ്ങനെ ഒരു ചിന്ത പോലും ഉണ്ടാവില്ല. അല്ല, പിന്നെ ശ്രേയ എന്നെ വിളിച്ചിട്ടൊന്നുമില്ല. ഞാൻ വിളിച്ച് എന്തെങ്കിലും അറിഞ്ഞു പോന്നു. അതെങ്ങനെയാ അറിയാ? ഒന്നും അറിയില്ല കേട്ടോ. പിന്നെ ഒരു കാരണം അബദ്ധവശാൽ പോലും എന്നെ പറ്റിയുള്ള ഒരു ചോദ്യം അവൾക്ക് ഒരിക്കലും ഉണ്ടാവരുത് നിന്റെ ഭാഗത്ത്. അതൊന്നും ഉണ്ടാവില്ല. എന്റെ കൂട്ടുകാരിയല്ലേ, അവളെ പറ്റിക്കോന്ന് പറഞ്ഞാല് അവളെ പറ്റിക്കുന്നു. തീരെ കേൾക്കുന്നില്ല ഏട്ടാ. കേൾക്കുന്നില്ല? ഇപ്പൊ ഉണ്ട്. ഞാൻ പറഞ്ഞത് ഇതൊന്നും അവളെ പറ്റിക്കലൊന്നുമല്ലല്ലോ. അല്ല, എനക്ക് മനസ്സിലെന്തോ ഒരു മനസ്സിൽ വേറെ ഒന്നും വിചാരിക്കണ്ട. അതുകൊണ്ട് ഞാൻ ഇന്ന് വിളിച്ചപ്പോഴേ ഇന്നലെ വന്നപ്പോഴുള്ള അവസ്ഥ എന്തുണ്ട്? അത് വളരെ ഇഷ്ടപ്പെട്ടിരുന്നു ഇന്നലെ. മോശമില്ലാന്നേ ഉള്ളൂ. മോശമില്ലാന്നല്ല, അല്ല ഞാനിതുവരെ ഇങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ചെയ്തിട്ടില്ല, അന്ന് ചെയ്തില്ലേ? ഇതിപ്പോ രണ്ടാമത്തെ അല്ലേ? അതെ, ഞാനും രണ്ടില് ഇന്നലത്തെ ബെറ്റർ ആയിരുന്നു അല്ലെ അന്നത്തെ ആയിരുന്നു നല്ല? അതല്ലേ ചോദിച്ചേ. അത് ആദ്യത്തേതായിരുന്നു ബെറ്റർ. അതെന്താ ഇന്നലത്തെ അത്രയും മോശമായി പോയാ? അങ്ങനെ മോശമൊന്നുമില്ല. ആദ്യത്തത് ബെറ്റർ എന്ന് പറഞ്ഞത് ഞാൻ തുടക്കത്തില് അപ്പൊ അതിനൊരു പ്രത്യേക ഇതുണ്ട്, സുഖമുണ്ട്. അതൊരു അനുഭവം. പിന്നെ നമ്മള് രണ്ടാളും അറിഞ്ഞിട്ടാണല്ലോ, എല്ലാം അറിഞ്ഞ് ആദ്യത്തേല് കൂടി. പിന്നെ അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് രണ്ടും നല്ല തന്നെ. ഇന്നലത്തെ ചെറിയൊരു പരിചയം വന്നതെന്ന് അർത്ഥമല്ലേ? അതന്നെ. ഇന്നലത്തെ അത്ര ഒരു പരിചയമൊന്നും ഞാൻ കണ്ടില്ലല്ലോ. ആദ്യത്തത് നമ്മള് അതറിയാലോ. അല്ല, ഞാൻ പറഞ്ഞ ഇന്നലത്തെ ഭയങ്കര പരിചയമുള്ളൊന്നും ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ. ഞാനെങ്ങനെയാ അങ്ങനെ തന്നെയല്ലേ? ഞാൻ അങ്ങോട്ട് എന്തെല്ലാം ചെയ്യുന്നതെന്ന് വെച്ചാൽ അതെല്ലാം തിരിച്ച് ഇങ്ങോട്ടും കിട്ടണ്ടേ? അതെ, പക്ഷേ രണ്ട് പ്രാവശ്യമല്ലേ ആയിരുന്നുള്ളൂ. അതുകൊണ്ടാ ഇതൊരു കൊടുക്കൽ വാങ്ങൽ സംവിധാനല്ലേ? അങ്ങോട്ട് തരുമ്പോ തിരിച്ചിങ്ങോട്ടും വരണം. നമുക്ക് അടുത്തേന് നോക്കാം. അടുത്തേനെ നോക്കുവോ? ഇന്നലെ ഞാൻ എന്തെല്ലാം ചെയ്തിരുന്നുള്ള അറിയാലോ. ഓർമ്മയുണ്ട്. അപ്പൊ അതെല്ലാം ഞാനും തിരിച്ചിങ്ങോട്ടും പ്രതീക്ഷിച്ചിരുന്നു. പിന്നെ ചോദിച്ച് വാങ്ങിച്ചില്ലാന്നേ ഉള്ളൂ. കിട്ടും വിചാരിച്ചു, ഒന്നും കിട്ടിയില്ല. അത് എനക്കൊരു എന്തോ ഒരു ഉണ്ടാവുമല്ലോ, പരിചയമായിട്ട് അത്രയല്ലേ ആയിരുന്നു. അതുകൊണ്ടാ? ഓക്കെ. അപ്പൊ ഇനി അടുത്തേന് ശരിയാകുമായിരിക്കും അല്ലേ? അടുത്തേന് ശരിയാക്കണം. അല്ല, ഞാൻ ചോദിക്കുന്നേ അടുത്തേന് എപ്പോഴായിരിക്കും? അത് വേഗം തന്നെ കാണാം. ഇനിയിപ്പം നമ്മളിങ്ങനെ ആയ സ്ഥിതിക്ക് ഇനി അധികം വൈകിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അതെപ്പാന്ന് വിചാരിച്ചാൽ ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. ഇപ്പോഴേക്ക് തയ്യാറാവൂ? ശരിക്കും പറഞ്ഞ സംഗതി അങ്ങ് ഇഷ്ടപ്പെട്ടല്ലേ? ഇഷ്ടപ്പെട്ട്. ശ്രേയനെ മാത്രമേ ഇതുള്ളൂ. ഇല്ല, അത് കുഴപ്പമില്ല. ഞാൻ ഇത് കാരണം ശ്രേയയോട് അങ്ങനെ അകലമൊന്നും കാണിക്കൂലല്ലോ. അവൾക്ക് താല്പര്യം ഇല്ലല്ലോ, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല.
അതെനിക്കറിയില്ല. അവൾക്ക് താല്പര്യം ഇല്ലാതെ എന്നുള്ളതിനെ പറ്റി എനിക്ക് ഒരു പിടിയുമില്ല. അതാ നിന്നോട് ഞാൻ ചോദിച്ച അവളുടെ പ്രകൃതമൊക്കെ എങ്ങനെയാണ് എന്ന്. ഇപ്പോഴും അവൾ അങ്ങനെ തന്നെയാ? അങ്ങനെ തന്നെ. നമ്മള് എന്തായാലും ഒരുമിച്ചുണ്ടാകുമ്പോ ഒന്ന് ഒരു സംഭവം നടക്കുമോന്നൊക്കെ ശ്രമിച്ചു നോക്കും. പക്ഷെ ഒന്നും നടക്കൂല. ഇപ്പൊ ഞാനുമായിട്ട് പരിചയത്തിലായി വിചാരിച്ചിട്ട് ശ്രേയന ഒന്നും ഇതൊന്നും ആക്കണം കേട്ടോ, അവഗണിക്കരുത്. അവഗണിക്കൊന്നുമില്ല. കാരണം ഞാനേ ഒന്നാമത്തില് ഇതിനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. നമുക്ക് മനസ്സിലായി. അപ്പൊ അങ്ങനെയുള്ള ഞാൻ ഒരിക്കലും അങ്ങനെ അവഗണിക്കൂലല്ലോ. പക്ഷെ കക്ഷി ഇങ്ങോട്ടാണ് അവഗണിച്ചുകൊണ്ടിരിക്കുന്നത്. അവഗണനയാണോ ഈ വക കാര്യങ്ങളൊന്നും ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ ഒന്നും അറിയില്ല. അപ്പൊ ശ്രേയക്ക് സംശയമൊന്നുമില്ല നിങ്ങള് അങ്ങോട്ട് ഒരു ഇതും കാണിക്കാനിട്ട്? അങ്ങോട്ട് കാണിക്കാണ്ടില്ലല്ലോ. ഞാൻ എന്റെ ഭാഗത്തുള്ള എല്ലാ സംഗതികളും ഞാൻ അങ്ങോട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ തിരിച്ച് ഇങ്ങോട്ടുണ്ടാവൂല. ഇപ്പൊ പിന്നെ അങ്ങനെയൊന്നും കാണിക്കണമെന്നില്ലല്ലോ ഞാനുമായിട്ടുള്ളത് കൊണ്ട്. അതൊന്നുമില്ല. എല്ലാം കറക്റ്റായിട്ട് നമുക്ക് ഇപ്പോ ഇയാളായിട്ടുണ്ടായാലും 1 മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പഴയ പോലെ ഫോമാവൂലേ? അങ്ങനെയാ? അല്ലാണ്ട് അതും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളും കൂടി അടുത്തുണ്ടാകുമ്പോ കല്യാണമൊക്കെ കഴിഞ്ഞാല് ദിവസം ഇത് പ്രതീക്ഷിക്കാലോ അല്ലെ? അങ്ങനെ തന്നെയല്ലേ. നമ്മളെ പോലത്തെ ആളാകുമ്പോ ഇത് എപ്പോഴെങ്കിലല്ലേ കിട്ടൂ. ഞാനൊന്ന് പറഞ്ഞു, നമുക്ക് വിചാരിക്കുമ്പോ കിട്ടൂലല്ലോ. അതെ. എന്താ കല്യാണം കഴിക്കാൻ തോന്നുന്നുണ്ടോ? കല്യാണം കഴിക്കാന്ന് തോന്നുന്നുണ്ട്, ഇങ്ങനൊരു അനുഭവം ഉള്ളതുകൊണ്ട്. പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതിന് മുന്നേ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഇങ്ങനെ? സത്യം പറയണം. സത്യം ഇല്ല. അപ്പൊ വെറുതെ ഇത്രയും ഏജ് ആയിട്ട് ഒരു അനുഭവം ഉണ്ടായിട്ടില്ല? ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ ഒറ്റയ്ക്കാണെന്ന്. ഒറ്റക്ക് ഉള്ള കൂട്ടൊക്കെ മനസ്സിലാവൂലേ? ഒറ്റക്ക് പോരാന്ന് തോന്നൂലേ? അത് മടുത്തിട്ടല്ലേ നിങ്ങളെ വിളിച്ചത്. നിങ്ങളിത് ഇങ്ങനെ ശ്രേയമായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോ എനിക്കൊരു ചാട്ടം. ചാടി നോക്കിയത് അപ്പൊ ശരിക്ക് ചാട്ടം കറക്റ്റായല്ലേ? ചാടിയപ്പോ കിട്ടി. കളയാതെ നോക്കാം. അത്രയേ ഉള്ളൂ. മറ്റേ അങ്ങനെ വേറെ ഒരു അനുഭവം എനിക്കില്ല. സ്വന്തമായിട്ടുള്ള അനുഭവമൊക്കെ ഉണ്ടായിരുന്നല്ലേ? അത്രയേ ഉള്ളൂ. ഇതിനി എത്ര നാള് പോകുന്നു അറിയില്ലല്ലോ. ഞാനിപ്പോ എന്റെയും പ്രശ്നം. കാരണം ഇയാളധികം കെട്ടിപ്പോയാല് തുടരാൻ ബുദ്ധിമുട്ടായിരിക്കൂലേ? ഇനി തുടരാൻ ബുദ്ധിമുട്ടാവൂലേ? കല്യാണം ഇനിയിപ്പൊന്നുമില്ല, അതെനി കഴിക്കൂന്നും അറിയില്ല. അതല്ല ശ്രേയ അറിഞ്ഞാലോ എന്നുള്ള ഒരു പേടി. അതുകൊണ്ടാ ഞാൻ പറഞ്ഞ ഇത് എത്ര നാള് പറ്റുമെന്ന് അറിയാണ്ടൊക്കെ നമ്മൾ രണ്ടാള് ശ്രദ്ധിക്കല്ലേ വേണ്ടു. പിന്നെ എപ്പോഴെങ്കിലും ഇങ്ങനെ മുടി വെക്കാൻ പറ്റിയിരുന്നില്ലല്ലോ. അതെല്ലാം പറ്റും. പിന്നെ എപ്പോഴെങ്കിലും അവളെ കൂടെ എന്നെ കണ്ടാൽ എന്നോട് മാക്സിമം സംസാരിക്കാണ്ടിരിക്കുക. സാധാരണ ഉള്ളൊരു പരിചയം മാത്രമേ കാണിക്കാവൂ. നമ്മുടെ ഓവറായിട്ടുള്ള ഒരു അടുപ്പവും കാണിക്കാതിരിക്കുക. പക്ഷെ അവളെ കാണുമ്പോ എനിക്ക് എന്റെ മനസ്സ് ഒരു പോലെ ആകുമോന്ന് എനിക്കൊരു സംശയം. അതൊക്കെ കൺട്രോൾ ചെയ്യും, അത്രേ ഉള്ളൂ. നോക്കാം.